മൃഗങ്ങൾക്ക് സീരിയൽ കില്ലറാകാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ പ്രയാസമാണ് അല്ലേ? എന്നാൽ കെനിയയിൽ 1898 9 മാസത്തിനിടയിൽ 135 മനുഷ്യരെ കൊന്നുതിന്ന 2 സിംഹങ്ങളുടെ കഥയാണ് 123 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. സാധാരണ സിംഹങ്ങളല്ല, നരഭോജി സിംഹങ്ങൾ. മനുഷ്യനെ പകയോടെ വേട്ടയാടി കൊല്ലുന്ന 2 ആൺസിംഹങ്ങൾ. കണ്ണിൽ ഇരയോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി കെനിയയിലെ സാവോ പ്രദേശത്തെ വിറപ്പിച്ച ആ 2 സിംഹങ്ങൾക്ക് നൽകിയ പേരാണ് ഗോസ്റ്റ് എന്നും ഡാർക്ക്നെസ് എന്നും. ഈ പേരുകളിലൂടെ തന്നെ അവർ നമ്മുടെ മനസ്സിൽ ഭീതി നിറയ്ക്കുന്നു. കഥ ആരംഭിക്കുന്നത് 1898 കെനിയയിലെ സാവോ നദിക്ക് കുറുകെ കെനിയ ഉഗാണ്ട റെയിൽപാതയുടെ നിർമ്മാണം നടക്കുന്ന സമയത്തായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഏഷ്യയിൽ നിന്നുൾപ്പെടെ നിരവധി തൊഴിലാളികളെ ജോലിക്കായി അവിടെ എത്തിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് തൊഴിലാളികളാണ് അവിടെ എത്തിയത്. ആദ്യമൊക്കെ ജോലി ഭംഗിയായി മുന്നോട്ടു പോയി. വനത്തിനുള്ളിലൂടെ 8 മൈലുകളോളം നീളമുള്ള റെയിൽപാത നിർമ്മാണം വനനശീകരണത്തിനും വന്യജീവികളുടെ നാശത്തിനും വഴിവെച്ച മുന്നേറിക്കൊണ്ടിരുന്നു. എന്നാൽ ഉഗാണ്ടയിൽ നിന്നും കെനിയയിലേക്കുള്ള സാവോ നദിക്കരയിലെത്തിയപ്പോൾ കഥയാകെ മാറി. മിക്ക വനമേഖലകളിലും മനുഷ്യരെ പേടിച്ച മൃഗങ്ങൾ പലായനം ചെയ്തപ്പോൾ 2 ആൺസിംഹങ്ങൾ തങ്ങളുടെ സാമ്രാജ്യം കയ്യേറിയവരെ തുരത്താൻ തീരുമാനിച്ചു. പണിസ്ഥലത്തിന് ചുറ്റും കൂടാരം കെട്ടിയായിരുന്നു തൊഴിലാളികൾ രാത്രി കഴിച്ചുകൂട്ടിയിരുന്നത്. എന്നാൽ അതേ ഇരുട്ടിന്റെ മറവിൽ ഒളിപ്പോരാളികളെ പോലെയായിരുന്നു സിംഹങ്ങളുടെ നരവേട്ട. സാവോ സിംഹങ്ങൾ രാത്രിയുടെ മറവിൽ പതുങ്ങി വരുന്നത് പണി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികൾ അറിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനത്തെ കൂടാരത്തിൽ നിന്നുള്ള നിലവിളി കേട്ടാണ് അവർ ഉണർന്നത്. ഓടിയെത്തുമ്പോഴേക്കും ഒരു ഹതഭാഗ്യനെയും കൊണ്ട് ഒരു സിംഹം ഓടിമറയുന്നത് മാത്രമേ അവർക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങൾ ഭീതിജനകമായിരുന്നു. സിംഹങ്ങൾ മറ്റാരുമറിയാതെ തങ്ങൾ നോട്ടമിട്ട ഇരയെ പിടിച്ച് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവന്ന് കൊന്നതിന്റെ തെളിവുകൾ അവശേഷിപ്പിച്ച തിരിച്ചു പോകും. വിശപ്പിനു വേണ്ടിയല്ലാതെ കായിക വിനോദത്തിന് സിംഹങ്ങൾ മറ്റ് ജീവികളെ കൊല്ലാറില്ല. അതുപോലെ പകൽ വെളിച്ചത്തിൽ കൂട്ടത്തോടെ വളഞ്ഞാക്രമിക്കുന്നതാണ് സിംഹങ്ങളുടെ ശീലം. ഈ നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അവർ 2 പേരും നരവേട്ട തുടർന്നത്. ആദ്യം ദീർഘ ഇടവേളകളിൽ നടത്തിയിരുന്ന കൊലപാതകങ്ങൾ പിന്നീട് ജോലിക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ദിവസത്തിലൊന്ന് എന്ന രീതിയിലായി നരവേട്ട. 1898 മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള 9 മാസക്കാലം കൊണ്ട് ഏകദേശം 135 കൺസ്ട്രക്ഷൻ തൊഴിലാളികളെ ഈ 2 സിംഹങ്ങളും ചേർന്ന് കൊന്നുതിന്നു. അന്ധവിശ്വാസികളായ ഇന്ത്യൻ തൊഴിലാളികൾ സിംഹങ്ങളെ പ്രേതവും ഇരുട്ടും അഥവാ ഗോസ്റ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന് വിളിക്കുവാൻ തുടങ്ങി. സിംഹങ്ങളെ പിടിക്കാൻ തൊഴിലാളികൾ കെണികളൊരുക്കി കാത്തിരുന്നു. എന്നാൽ അവർ വീണില്ല. രാത്രി ആക്രമണം ഭയന്ന തൊഴിലാളികൾ തീകൂട്ടിയും കൊട്ടുംപാട്ടുമായി രാത്രി മുഴുവൻ കാവൽ നിന്ന സിംഹങ്ങളെ വിരട്ടാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. പകരം കാവൽ നിൽക്കുന്നവരെ വരെ പൊക്കാൻ തുടങ്ങിയപ്പോൾ പതിയെ റെയിൽ പണിക്ക് ആളെ കിട്ടാതായി. പൈസയേക്കാൾ വലുത് ജീവനാണെന്ന് പറഞ്ഞ തൊഴിലാളികൾ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റ് പദ്ധതി ഉപേക്ഷിക്കാൻ വരെ തയ്യാറായി. അങ്ങനെ ഈ 2 ചുണക്കുട്ടികൾ വിജയത്തിലേക്ക് അടുത്ത സമയത്ത് കഥയിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേണൽ ജോൺ ഹെൻറി പാറ്റേഴ്സൺ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. സിംഹങ്ങളെ അവസാനിപ്പിച്ച പദ്ധതി പൂർത്തീകരിക്കുന്നത് തന്റെ അഭിമാന പ്രശ്നമായി തന്നെ അയാൾ കണ്ടു. 20ഓളം ശിപ്പായികളുമായി അയാൾ സിംഹവേട്ട ആരംഭിച്ചു. കെണി ഒരുക്കിയ ശേഷം മരത്തിൽ ഏറുമാടം കെട്ടി നിറത്തോക്കുമായി അയാൾ രാത്രി കാവലിരുന്നു. ഊഹം തെറ്റിയില്ല. സിംഹങ്ങൾ വേട്ടയ്ക്കായി വന്നു. കെണി തേടിയല്ല, വേട്ടക്കാരനെ തേടി. അപ്രതീക്ഷിത ആക്രമണത്തിൽ പതറിയ പാറ്റേഴ്സൺ വെടിയുതിർത്തെങ്കിലും കൊണ്ടത് ഒരു സിംഹത്തിന്റെ കാലിലായിരുന്നു. മുറിവേറ്റ സിംഹം വർദ്ധിത വീര്യത്തോടെ പാറ്റേഴ്സന് നേരെ പാഞ്ഞെടുത്തു. ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ അലക്ഷ്യമായി വെടിയുതിർത്ത ശേഷം മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി. വെടിശബ്ദം കേട്ട ശിപ്പായികൾ ഓടിക്കൂടിയപ്പോഴേക്കും സിംഹങ്ങൾ ഓടി മറഞ്ഞിരുന്നു. പക്ഷേ നേരം പുലർന്നപ്പോൾ അവരുടെ ഏറുമാടത്തിന് കുറച്ചകലെയായി ഒരു സിംഹം വെടിയേറ്റ മരിച്ചു കിടക്കുന്നത് കാണാൻ സാധിച്ചു. പാറ്റേഴ്സൺ അവസാനം അലക്ഷ്യമായി വെച്ച വെടി ഒരു സിംഹത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ കൊണ്ടിരുന്നു. ഒരു സിംഹം വീണപ്പോൾ ശിപ്പായികൾ സന്തോഷിച്ചെങ്കിലും പാറ്റേഴ്സൺ പിന്നെയും ജാഗ്രതയോടെയിരുന്നു. ഒരുവൻ തീർന്നെങ്കിലും വീരത്തോടെയും പകയോടെയും രണ്ടാമൻ തന്റെ ജീവന് വേണ്ടി വരുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. കൂട്ടുകാരന്റെ മരണത്തിൽ ഭയന്ന് പിന്മാറാതെ പാറ്റേഴ്സന്റെ ജീവന് വേണ്ടി മറ്റേ സിംഹം തക്കം പാർത്തിരുന്നു. അവനു വേണ്ടി പാറ്റേഴ്സണും. 11 ദിവസങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. 9 വെടിയുണ്ടകൾ ശരീരത്തിൽ കയറിയതിനു ശേഷമായിരുന്നു അവൻ കീഴടങ്ങിയത്. നെഞ്ചിലും തലയിലും വെടിയേറ്റിട്ടും
അവസാന ശ്വാസം വരെ അവൻ അയാളുടെ ജീവനെടുക്കാൻ വെമ്പി. സിംഹം മരിച്ചിട്ടും വീണ്ടും തലയിൽ വെടിയുതിർത്ത ശേഷമാണ് അതിന്റെ അടുത്തേക്ക് പാറ്റേഴ്സൺ ചെന്നത്. ആ പോരാട്ട വീര്യത്തിന് മുൻപിൽ അയാൾ അത്രയേറെ ഭയപ്പെട്ടു പോയിരുന്നു. 2 സിംഹങ്ങളും കൊല്ലപ്പെട്ടതോടെ മടങ്ങിപ്പോയ ജോലിക്കാരൊക്കെ തിരികെ വരികയും പാലത്തിന്റെ നിർമ്മാണം 1899 ഫെബ്രുവരിയിൽ തീർക്കുകയും ചെയ്തു. വെടിവെച്ച് വീഴ്ത്തിയ സിംഹങ്ങളുടെ തൊലി ശ്രദ്ധാപൂർവം ഉരിഞ്ഞെടുത്ത പാറ്റേഴ്സൺ അവ തന്റെ വീട്ടിൽ 25 കൊല്ലം സൂക്ഷിച്ചു. പിന്നീട് 1924 ആ തോലുകൾ പാറ്റേഴ്സൺ $5000 ഷിക്കാഗോയിലെ ഫീൽഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിക്ക് വിറ്റു. സിംഹങ്ങളുടെ തോലുപയോഗിച്ച മ്യൂസിയം അധികൃതർ അവയുടെ രൂപം പുനഃസൃഷ്ടിച്ചു. ഈ രൂപങ്ങളും അവയുടെ തലയോട്ടിയും ഇപ്പോൾ ഫീൽഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ കാണാനാകും. ഏറ്റവും കൂടുതൽ പേരെ കൊന്നുതിന്ന സിംഹങ്ങൾ എന്ന ഖ്യാതിയുള്ള സാവോയിലെ നരഭോജികൾ എന്തുകൊണ്ടാണ് മനുഷ്യനെ മാത്രം ഇത്ര പകയോടെ വേട്ടയാടി കൊന്നു എന്നതിൽ ഇന്നും കൃത്യമായ ഉത്തരമില്ല.